ആത്മാവിന് പരിശുദ്ധാരൂപിക്ക് ആത്മീയ ജീവിതത്തിന് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത തല, അതിനെ മോളിൽ വെച്ചുകൊണ്ട് നടന്നിരുന്ന മനുഷ്യ മക്കളെ ദൈവത്തെയും ആത്മീയതയും പരിശുദ്ധാത്മാവിന്റെ ചിന്തകളെയും വചനത്തെയും എല്ലാം താഴേക്ക് ഇട്ടിട്ട് ഉദരത്തെയും ജഡത്തെയും ശരീരത്തെയും ലോകത്തെയും മോളിൽ കയറ്റി വെച്ചു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വരേറ്റവും പ്രിയപ്പെട്ട സഹോദരരെ, നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുമെന്നുള്ള ശീർഷകത്തിൽ കർത്തൃ പ്രാർത്ഥനയെ കുറിച്ച് നമ്മൾ എടുക്കുന്നതായ തിരുവചന വിചിന്തന പരമ്പരയുടെ 21ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ കൃത്യമായ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ള സഹോദരരെ, കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി എന്നോട് ചോദിച്ചു, സ്വർഗസ്വനായ പിതാവിനെ കുറിച്ച് പഠിപ്പിക്കാൻ ആരംഭിച്ചിട്ട് സംബോധന കഴിഞ്ഞതേ ഉള്ളല്ലോ, 20 സെഷനായത്, എന്നാ തീറ്റുക? സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഓടിപ്പിടിച്ച് കണ്ടു തീർക്കാനായിട്ട് വ്യഗ്രതപ്പെടരുത്. നമ്മൾ കണ്ടു സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന ഏറ്റവും അർത്ഥപൂർണമായ പ്രാർത്ഥനയാണ്. തോമസ് അക്വിനാസ് പറയുന്നു, അഗസ്തീനോസ് പഠിപ്പിക്കുന്നു, നമ്മൾ കണ്ടില്ലേ? വിശുദ്ധ ഗ്രന്ഥത്തിലുള്ള സകല പ്രാർത്ഥനകളും ഉൾച്ചേർക്കപ്പെട്ടിരിക്കുന്ന പ്രാർത്ഥനയാണ് കർത്തൃ പ്രാർത്ഥന. വീണ്ടും തെർത്തുല്യൻ എന്നുള്ള സഭാപിതാവ് പറഞ്ഞ് നമ്മൾ ശ്രദ്ധിച്ചു. ആദ്യം തന്നെ സുവിശേഷം മുഴുവന്റെ സാരസംഗ്രഹമാണ്. ഈ 3 വലിയ വിശുദ്ധ പിതാക്കന്മാരെ സഭയുടെ മതബോധ ഗ്രന്ഥം ഉദ്ധരിച്ചുകൊണ്ടാണ് കർത്തൃ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രബോധനം പഠിപ്പിക്കൽ ആരംഭിക്കുന്ന നമ്മൾ കാണുകയുണ്ടായി. അവിടെ നമ്മളിത് ഓടി വന്ന് പെട്ടെന്ന് ഒരു പേരയ്ക്ക പറിക്കുന്ന പോലെയോ ഒരു ദോശ ഇട്ടെടുത്ത് കഴിക്കുന്ന പോലെയോ ഒരു കടയിൽ പോയി സാധനം വാങ്ങിക്കുന്ന പോലെ പ്രക്രിയ എടുക്കരുത്. സ്വർഗം നമ്മൾ എങ്ങനെ ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവത്തോട് ബന്ധപ്പെട്ടായിരിക്കണം, ദൈവത്തിന്റെ മക്കളുടെ എങ്ങനെ മാറണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പഠിപ്പിക്കുന്ന പ്രാർത്ഥനയാണിത്. ഏതൊരു പ്രാർത്ഥന ചൊല്ലി തീർക്കേണ്ടതല്ല നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. നമ്മൾ ഇപ്രകാരമാണ് പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ ജീവിതം മുഴുവനും ഇങ്ങനൊരു പ്രാർത്ഥനയായിട്ട് മാറണം, അല്ലെങ്കിൽ എങ്ങനെയുള്ള പ്രാർത്ഥനയിലൂടെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകേണ്ടത്, ഇതെല്ലാം മുന്നോട്ട് വന്നിരിക്കുന്നത്. നമുക്ക് ആ രീതിയിലാണ് നമ്മൾ വിചിന്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അല്പം നമ്മൾ സമയം എടുക്കും, ധൃതി വെക്കുന്നില്ല. കാരണം ഒരുപാട് കാര്യങ്ങൾ ധൃതി വെച്ച് കണ്ടു കേട്ട് പോയിട്ടുണ്ട്. നമ്മൾ സുവിശേഷങ്ങളൊക്കെ ഒത്തിരി പഠിക്കുന്നുണ്ട്, പക്ഷെ സുവിശേഷം നമുക്ക് സ്വന്തം ആകുന്നില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് സ്വന്തമാക്കി എടുക്കണം തമ്പുരാൻ ഉദ്ദേശിക്കുന്ന ഒരു ആത്മീയ അനുഭവ ദൈവപുത്ര സ്ഥാനം. അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ 17ാമത്തെ അധ്യായത്തില് 6ാമത്തെ തിരുവചനത്തിൽ ഒരു പ്രത്യേക പരാമർശം കാണാനായിട്ട് പറ്റും. തെസ്സലോനിക്കയില് പൗലോസ് അപ്പോസ്തലനൊക്കെ പ്രസംഗിച്ച് ചെല്ലുമ്പോൾ ജാസൻ എന്നുള്ളൊരു യഹൂദന്റെ വീട്ടിൽ താമസിച്ചുകൊണ്ടാണ്. അങ്ങനെ കുറെ പേര് അപ്പോസ്തലന്റെ പ്രസംഗം എല്ലാം കേട്ട് ഈശോ തന്നെയാണ് ക്രിസ്തു വരായിരുന്ന മിശിഹ എന്നുള്ള വിശ്വാസത്തിലേക്ക് വന്നു. പക്ഷെ കുറെ യഹൂദര് അതിൽ അരിശം പോണ്ട് പൗലോസ് അപ്പോസ്തലനെതിരെ ജനക്കൂട്ടത്തെ ഇളക്കി വിട്ട് അപ്പോസ്തലനെ പിടിക്കാനായിട്ട് നോക്കുന്നു. പക്ഷെ കിട്ടിയില്ല. കാരണം അവര് പുറവസ്ഥർ മാറി, ജാസന്റെ വീട്ടിൽ നിന്ന് അവർ മാറി. അപ്പൊ ജാസനെയൊക്കെ പിടിച്ചുകൊണ്ടുവന്ന് അവര് പൊതുജന സമക്ഷം നിർത്തിയിട്ട് അധികാരം നിർത്തിയിട്ട് അവർ നടത്തുന്ന ആരോപണമാണ് 6ാമത്തെ വാക്യം. പറയാണ്, ലോകത്തെ തലകീഴും മറിച്ചവര് ഇവിടെയും എത്തിയിരിക്കുന്നു, ജാസൻ അവർക്ക് ആതിഥ്യം നൽകി എന്ന് പറഞ്ഞിരിക്കുകയാണ്. പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് അവർ നാട്ടുകാർ പറയുന്നത്, യഹൂദർ പറഞ്ഞ ആരോടും ലോകത്തെ തലകീഴും മറിച്ചവരാണ്. ഈ തലകീഴും മറിച്ച ശരിക്കും പൗലോസ് അല്ല, പൗലോസിനെ തലകീഴും മറിച്ചത് ഈശോയാണ്. ഡമാസ്കസിലേക്ക് പോകുമ്പോൾ കുതിരപ്പുറത്തൊന്നും മറിച്ചിട്ടു, തലകീഴാക്കി. അന്ന് മുതൽ പൗലോസ് സാവൂളായിരുന്ന വ്യക്തി ഒരു യൂട്ടേൺ എടുത്തു, തല തിരിച്ചാക്കി. അങ്ങനെ ഈശോയാണ് ശരിക്കും ഈ ഭൂമിയെ മനുഷ്യവർഗത്തെ തലകീഴും മറിച്ചത്. ഇനി ആ ഒരു പ്രയോഗം യഥാർത്ഥത്തിൽ തമ്പുരാന്റെ പ്രയോഗം അല്ല. അത് ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കുന്ന പൗലോസ് അപ്പോസ്തലൻ വഴി ലോകം മുഴുവൻ മാറുന്ന കണ്ട് അസ്വസ്ഥപ്പെട്ട ലോകത്തിന്റെ തിന്മയുടെ ലോകത്തിന്റെ പ്രതികരണമാണ്. യഥാർത്ഥത്തിൽ ലോകത്തെ തലകീഴായിട്ട് മറിച്ച് വൃത്തികേടാക്കിയത് സാത്താനാണ്. നമ്മൾ ഈ സെഷന്റെ ഈ പങ്കുവെക്കലിന്റെ ആദ്യം അത് കാണുകയുണ്ടായി. വിശുദ്ധ ഗ്രന്ഥം മനസ്സിലാക്കണമെങ്കിൽ സാത്താന്റെ ഇടപെടൽ ശ്രദ്ധിച്ചേ പറ്റൂ. സാത്താനെ ശ്രദ്ധിക്കാതെ വിശുദ്ധ ഗ്രന്ഥം മനസ്സിലാക്കാൻ പറ്റത്തില്ല. സാത്താൻ ശ്രദ്ധിക്കാൻ വേണ്ടിയല്ല, വിശുദ്ധ ഗ്രന്ഥം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ബൈബിളിന്റെ ആരംഭത്തില് ഉൽപ്പത്തി 2ാമത്തെ അധ്യായത്തിൽ പർദീസയിൽ എങ്ങനെയാണ് ദൈവത്തോടു കൂടെ മനുഷ്യമക്കളായിരുന്നത്, എങ്ങനെയാണ് ആദവും ഹവ്വയും അന്നത്തെ മനുഷ്യമക്കൾ പരസ്പരം സ്നേഹിച്ചത്, പരസ്പരം വീക്ഷിച്ചത്, ഒന്ന് ചേർത്ത് പിടിച്ചത്, ചേർന്ന് നിന്നും പിന്നെ അവർ ജീവജാലം മുഴുവനും പ്രകൃതി മുഴുവനോട് എങ്ങനെ ചേർന്ന് പോയി, അങ്ങനെ പർദീസയുടെ അനുഭവം അതാണ് ദൈവം മനുഷ്യമക്കൾക്ക് വേണ്ടി വെച്ചത്. ഈ ഒരു അവസ്ഥയെ തലകീഴും മറിച്ച സാത്താനാണ്. ദൈവത്തിന്റെ വചനത്തിന് 1ാം സ്ഥാനം കൊടുത്ത് ദൈവത്തിന്റെ ഉള്ളത്തോട് ഉള്ളം ചേർത്ത് ആ വലിയ കൂട്ടായ്മയിലായിരുന്ന മനുഷ്യ മക്കളെ ദൈവത്തിന്റെ പകരം നോട്ടം മാറ്റി ലോകത്തിൻ്റെതായ ആനന്ദങ്ങൾ, സന്തോഷങ്ങൾ, രസങ്ങൾ, കൗതുകങ്ങള്
ഈ മണ്ണിന്റെ അനുഭവങ്ങൾ, അതിലേക്ക് പോകാൻ പഴം കാണിച്ചു കൊടുത്ത് തിന്നുന്നതിനെ കുറിച്ച് അതിന്റെ രുചി, ആസ്വാദ്യത, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് സത്യം തിരിച്ചുകൊണ്ട് ആത്മാവിന്, പരിശുദ്ധാരൂപിക്ക്, ആത്മീയ ജീവിതത്തിന്, ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത തല, അതിനെ മുകളിൽ വെച്ചുകൊണ്ട് നടന്നിരുന്ന മനുഷ്യ മക്കളെ ദൈവത്തെയും ആത്മീയതയും പരിശുദ്ധാത്മാവിന്റെ ചിന്തകളെയും വചനത്തെയും എല്ലാം താഴേക്ക് ഇട്ടിട്ട് ഉദരത്തെയും ജഡത്തെയും ശരീരത്തെയും ലോകത്തെയും മുകളിൽ കയറ്റി വെച്ചു. അങ്ങനെയാണ് തലകീട് മറിഞ്ഞു പോയത്. അങ്ങനെ തലകീട് മറിഞ്ഞു പോയ മനുഷ്യമക്കൾ അന്ന് മുതൽ തലകീടായിട്ട് ജീവിക്കുകയാണ്. സാത്താനെ നയിക്കപ്പെട്ട ദൈവത്തെ മാറ്റി വെച്ചുകൊണ്ട് ദൈവത്തിന് അവസാന സ്ഥാനം അങ്ങനെ ജീവിക്കുകയാണ്. അങ്ങനെ ജീവിക്കുന്ന മനുഷ്യമക്കളെ വീണ്ടും തല നേരെയാക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ദൈവിക പരിഗണനകളൊക്കെ വചനത്തിന്റെ അപ്പത്തിന്, കല്ലിനെ അപ്പമാക്കി തിന്നുന്ന വിശപ്പ്, വയറിന്റെ വിശപ്പ് തീർക്കുന്ന അപ്പത്തിനല്ല, ദൈവത്തിന്റെ അധരങ്ങളിൽ നിന്ന് വരുന്ന വചനത്തിന്റെ അപ്പത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് എങ്ങനെ ജീവിക്കേണ്ടത് കാണിച്ചു കൊടുക്കാമെന്ന് ഈശോ. അങ്ങനെ ജീവിച്ച ഈശോയുടെ പക്കലേക്ക് പൗലോസ് അപ്പോസ്തലൻ സാവൂൾ വന്നപ്പോൾ സാവൂൾ തലകീട് മറിഞ്ഞു. കതിരപ്പുറത്തുനിന്ന് താഴെ വേണ്ട അവസ്ഥ വഴിയിൽ അപ്പോസ്തലന്മാരെല്ലാം തലകീട് മറിഞ്ഞവരാണ്. നമുക്കറിയാം ഈശോ ഈ ലോകത്തിന്റെ നിരക്കാത്ത വ്യക്തിയായിട്ട് വന്ന് പഠിപ്പിച്ചു, സ്വർഗത്തിന്റെ വഴി പഠിപ്പിച്ചു കഴിഞ്ഞപ്പം നിക്കോദേമോസ് ഈശോ പറയുന്നുണ്ടല്ലോ, ഭൂമിയിൽ നിന്നുള്ളവൻ ലോകത്തിന്റെ കാര്യങ്ങൾ, താഴെ നിന്നുള്ളവൻ ലോകത്തിന്റെ കാര്യം പഠിപ്പിക്കുന്നു. യോഹന്നാൻ 3 കാണാം. മുകളിൽ നിന്ന് വരുന്നവൻ സ്വർഗത്തിൽ നിന്ന് എല്ലാവർക്കും ഉപരിയാണ്. അവൻ താൻ കാണുകയും കേൾക്കുകയും കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. അതാരും സ്വീകരിക്കുന്നില്ല, അതാർക്കും വേണ്ട. അങ്ങനെ ഈശോ 3 വർഷമേ പഠിപ്പിച്ചുള്ളൂ. ഈശോയെ കുറിച്ച് തലച്ചെറുക്കൊന്ന് കളഞ്ഞു, കുരിശും കൂടി 3 വർഷം ഈശോയ്ക്ക് ഈ ഭൂമിയിൽ തല നേരെയാക്കി ജീവിക്കുന്നവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പുറത്ത് ഈശോയെ കൊന്ന് കുഴിച്ചു വിടും നമുക്കറിയാം. പക്ഷെ ദൈവത്തിന്റെ പദ്ധതി അങ്ങനെ തീരാനുള്ളതല്ലല്ലോ. പിന്നെ വന്ന് അപ്പസ്തലന്മാർ നമുക്കറിയാം. ഞാൻ വയസ്സ് ഓർക്കുകയാണ്, അപ്പസ്തലന്മാര് 12 പേര് ആരും സ്വന്തം വീട്ടില് സ്വന്തം കട്ടിലെ കിടന്ന് സ്വഭാവത്തോട് സുഖമായിട്ട് മരിച്ചവരില്ല. അവരെല്ലാം പീഡിപ്പിക്കപ്പെട്ട് വല്ലാത്ത രീതിയിൽ ലോകത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ തീർന്നു പോയവരാണ്. ഇതാണ് ലോകത്തെ തലകീഴ് മറിച്ച ഈശോ സുവിശേഷത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ സുവിശേഷം മുഴുവന്റെ സാര സംഗ്രഹമാണ്. ഈ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പൊ ആ രീതി നമുക്ക് ഈ പ്രാർത്ഥന ഒന്ന് കാണണം. ഒരു ലോകത്തോട് ചേർന്ന് ലോകത്തിന് സ്വീകാര്യമായ രീതി ജീവിക്കാൻ ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ശ്രദ്ധയെടുക്കുകയും ചെയ്തവർക്കുള്ള പ്രാർത്ഥനയല്ല ഈ കർത്തൃ പ്രാർത്ഥന. ഇത് നന്നായിട്ട് മനസ്സിലാക്കണം. ലോകത്തിന്റെ മുമ്പിൽ ഒരു വക തലകീഴായി ആ അവസ്ഥയിൽ ജീവിക്കുന്നവരായി കാണപ്പെടും നമ്മൾ തമ്പുരാന്റെ വഴിയെ പോകുമ്പോൾ. പഴയ നിയമത്തിലെ മോശെ അഹ്റോൻ കാളക്കുട്ടി ഉണ്ടാക്കി ജനത്തോടൊപ്പം അടിഞ്ഞാടുമ്പം മലമുകളിൽ നിന്ന് മോശ ഇറങ്ങി വന്നിട്ട് ഭയങ്കരമായിട്ട് പ്രതികരിച്ച് കാളക്കുട്ടിയെ തട്ടി തകർത്ത് 10 കൽപ്പനയുടെ പലകയും വലിച്ചെറിഞ്ഞ് ആ കാളക്കുട്ടിയെ ഉടച്ച് ഉരുക്കി പൊടിച്ച് അത് ജനത്തെ കൊണ്ട് വെള്ളത്തിൽ കലക്കി കുടിപ്പിച്ചിട്ട് അഹ്റോൻ ചോദ്യമുണ്ട്, എന്താണ് നീ ഇതുപോലെ തിന്മ ജനത്തിന് വരുത്തി വെച്ചത്? അഹ്റോൻ പറയാണ്, ജനത്തിന് തിന്മയിലേക്കുള്ള ചായ്വ് അങ്ങേക്ക് അറിയാമല്ലോ. അവരെന്നോട് പറഞ്ഞു, ഈ മോശയ്ക്ക് എന്നാ പറ്റുന്ന അറിഞ്ഞുകൂടാ, 10-40 ദിവസമായില്ലേ, ഞങ്ങൾക്കൊരു ദൈവത്തെ വേണം, അവിടെ ഒരു കാളക്കുട്ടി ഉണ്ടാക്കിത്താ. അപ്പൊ ഞാൻ ആ കൂട്ടത്തിൽ കൂടി. കണ്ടോ, ജനത്തിന് തിന്മയിലേക്കുള്ള ചായ്വ് അത് അഹ്റോൻ അറിയാമായിരുന്നു. എന്നിട്ടും അഹ്റോൻ ആ കൂട്ടത്തിൽ കണ്ടും കേട്ടും അവരോട് തന്നെ ആയിരുന്നപ്പോ ആ കൂട്ടത്തിൽ കൂടി പോയി കാളക്കുട്ടി ഉണ്ടാക്കി എന്ന് മാത്രം ധൂപിച്ച് ആരാധിച്ചു. ആ അവസ്ഥ വന്നു. അപ്പൊ ലോകത്തിലേക്ക് നോക്കി ലോകത്തിന്റെ രീതികൾ ശ്രദ്ധിച്ച് അത് കണ്ടും കേട്ടും പോയപ്പോഴും അഹ്റോൻ എന്ന മഹാപുരോഹിതന് പോലും വഴിതെറ്റി തലകീട് പറഞ്ഞ അവസ്ഥയിലേക്ക് പോയി. കേട്ടോ, മോശ അവിടെ തിരുത്തി കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ക്രൈസ്തവ വിശ്വാസത്തിന്റെ വഴിയെ പോകുമ്പോൾ സുവിശേഷം അറിയുന്നവരാണ് എങ്കിൽ ലോകത്തിൽ നമ്മൾ പല കാര്യങ്ങളും സ്വീകാര്യരാവുകയില്ല. ഇത് നമ്മൾ നല്ലപോലെ മനസ്സിലാക്കണം. എല്ലാവർക്കും സ്വീകാര്യമായ രീതിയിലാണ് എൻ്റെ ആത്മീയ ജീവിതം, എൻ്റെ ക്രൈസ്തവം മുന്നോട്ട് പോകുന്നതെങ്കിൽ അതിനർത്ഥം ഞാൻ ലോകത്തിന് തലകീഴ് മറിഞ്ഞ ആളായി മാറിയിട്ടില്ല. ലോകത്തിന് തലകീഴായി മറിഞ്ഞ ഈശോയെ പോലെ അപ്പസ്തലന്മാരെ പോലെ വിശുദ്ധരെ പോലെ ആയിട്ടില്ല. നമ്മൾ വിശുദ്ധരെയൊക്കെ ആഘോഷിക്കും, തിരുനാളൊക്കെ ആഘോഷിക്കുന്നുണ്ട്. പക്ഷെ വിശുദ്ധരൊക്കെ ജീവിച്ചു പോയ നാളുകളിൽ അവരായിരുന്ന സമൂഹത്തിലും ആ ജീവിത സാഹചര്യങ്ങളൊക്കെ വല്ലാണ്ട് തെറ്റിദ്ധരിക്കപ്പെടുകയും മാറ്റിവെക്കപ്പെടുകയും തിരസ്കരിക്കപ്പെടുകയും പരിഹസിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുള്ള സകല വിശുദ്ധരും നോക്കിക്കൊള്ളുക. അങ്ങനത്തെ ഒരു വഴി മാത്രമേ അവർക്ക് തമ്പുരാന്റെ വഴിയെ പിന്നിലായിട്ട് പറ്റുകയുള്ളൂ. ഞങ്ങളുടെ സഹോദരൻ, ഞാനിതിപ്പോ ഇങ്ങനെ ഈ സെഷനിൽ ഇങ്ങനെയൊക്കെ പങ്കുവെച്ച് പോയത് നമ്മൾ ധൃതി വെക്കരുത്. സുവിശേഷം മുഴുവന്റെ സാര സംഗ്രഹമാണ് കർത്തൃ പ്രാർത്ഥന. അങ്ങനെയെങ്കിൽ അതിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മളൊക്കെ ഒരുപാട് ലോകത്തിന്റെ വഴിയിലൂടെ നടന്ന് ശീലിച്ച് പതിഞ്ഞു പോയ രീതികളുള്ളവരാണ്. അവിടെ നമുക്കൊന്ന് തിരിച്ചു കയറി വരണം. അവിടെ നമുക്ക് പടിപടിയായിട്ട് നമ്മെ തന്നെ ഒന്ന്
ബലം പിടിച്ച് ഈശോ നടന്ന വഴിയിലൂടെ അപ്പസ്വരന്മാർ നടന്ന വഴി കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. ദൈവമനുഷ്യന്റെ സ്നേഹിത എന്നൊരു പുസ്തകം നമുക്കറിയാമല്ലോ, 16 ഓളിയുമായിട്ട് മരിയ വാൾതോർത്ത. അതേപറ്റി വത്തിക്കാൻ അടുത്ത കാലത്തൊരു നിർദ്ദേശമുണ്ടായി, ഇത് ദൈവികമായ ഒരു വെളിപാടിന്റെ ഫലമായ പുസ്തകമാണെന്ന് സഭ ആധികാരികമായിട്ട് അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ അതൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. സഭ അംഗീകരിക്കുന്ന പറയുമ്പോൾ ബൈബിള് പോലെ ദൈവിക വെളിപാടാണ് ഈ പുസ്തകമെന്ന് സഭ അടിയൊപ്പിച്ച് തരുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. എന്നുവെച്ചാൽ അതിനകത്തുള്ളതെല്ലാം തിന്മയാണെന്നോ നമ്മൾ വായിക്കാൻ പാടില്ലെന്നോ അതിനകത്തുള്ള ദർശനങ്ങളും കാര്യങ്ങളും വേണ്ടാത്തന്നോ ഒരർത്ഥവും ഇല്ല. ഒരു മാനുഷികമായ ഭാവന വെച്ചൊരു വിധിക്ക് എഴുതാൻ പറ്റുന്നതല്ല പുസ്തകത്തിലെ കാര്യങ്ങളും. ഞങ്ങളുടെ റെക്ടറച്ചനായിരുന്ന ജോസഫ് മറ്റത്തിലച്ഛൻ പലൊരു വികാരികളായിരുന്നു, വലിയ ബുദ്ധി, ലോജിക്കലായിട്ട് ചിന്തിക്കുന്ന മനുഷ്യന്. സാമാന്യം ആത്മീയകാര്യം കൽസ്മാറ്റിക്കുന്ന അദ്ദേഹത്തിന് ഇഷ്ടമുള്ളതായിരുന്നില്ല. ഒരിക്കലും അദ്ദേഹത്തിന് മുറി ചെന്നപ്പോൾ മേശപ്പുറത്ത് ഈ മരിയ വാൾതോർത്തയുടെ പുസ്തകം ഇരിക്കുന്നു, യോവൻ സ്നേഹിതം. അപ്പൊ ഞാൻ ചോദിച്ചു, അച്ഛൻ എന്താ അച്ഛൻ വായിക്കുന്നുണ്ടോ? അപ്പൊ അച്ഛൻ പറഞ്ഞു, ഇത് ഒരു മാനുഷിക ചിന്ത വെച്ചോട്ട്, മാനുഷിക കഴിവ് വെച്ച്, ഭാവന വെച്ച് ഒരു വ്യക്തി എഴുതപ്പെട്ടത് പുസ്തകം അല്ലത്. അങ്ങനെയൊക്കെ പറയാൻ കാരണം ആ പുസ്തകത്തിൽ എനിക്ക് വലിയ അനുഭവം നിങ്ങൾ വായിക്കുകയും ചെയ്യണം. അത് ബൈബിള് പോലെ പ്രാധാന്യം സഭ കൊടുക്കുന്നുള്ളത് വേണ്ട. നമുക്ക് ഒത്തിരി കാര്യം ദൈവത്തെക്കുറിച്ച് അറിയാനകത്തുണ്ട്. ഈശോ ദൈവം വെളിപ്പെടുത്തുന്നത് തന്നെയാണത്. അപ്പൊ വ്യക്തിപരമായി വെളിപ്പെടുത്താം, പ്രൈവറ്റ് റെവലേഷനാണ്. അതിനകത്ത് മരിയ വാൾതോർത്ത ഈശോ ഈ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന പ്രാർത്ഥിക്കുന്ന പല അവസരങ്ങൾ കണ്ടിട്ട് പങ്കുവെക്കുന്നുണ്ട്. ഈശോ ഇങ്ങനെ എണീറ്റ് നിന്ന് കരങ്ങൾ വിരിച്ച് സ്വർഗത്തിലേക്ക് നോക്കിയിട്ട് ഈശോ പ്രാർത്ഥിക്കുന്ന ആബാ എന്ന് പറഞ്ഞുകൊണ്ട് പിതാവെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന കാണുമ്പോൾ മരിയ വാൾതോർത്ത വിവരിക്കാൻ പറ്റാതെ പറയും, ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ഈശോയ്ക്ക് മാത്രമേ പറ്റൂ. ഇങ്ങനെ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ഈശോയ്ക്ക് മാത്രം. അതുപോലെ സ്നേഹം നിറഞ്ഞ് സന്തോഷം നിറഞ്ഞ് സ്വർഗീയ അനുഭവത്തിൽ ലയിച്ച ഈശോ പ്രാർത്ഥന ചൊല്ലിക്കാൻ കൊതിയാകുന്നു. ഇത് വാൾതോർത്ത എഴുതിയിരിക്കുകയാണ്. അങ്ങനെ ഈ പ്രാർത്ഥിക്കാൻ നമുക്കും ആകണം സ്നേഹമുള്ളവരെ. അതിലേക്ക് നമ്മൾ നീങ്ങുന്നത്. ഞാൻ ഈ സൃഷ്ടി ഇങ്ങനെ ഒരു ഇടക്കാലം ഒരു ഇട സമ്മറി പറച്ചിട്ട് പോലെ പരിസരം പ്രേരിപ്പിച്ചിട്ടാണ് ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ ഒരു ആഗ്രഹത്തോടെ തീക്ഷ്ണതയോടെ നമുക്ക് ഈ സൃഷ്ടിയുടെ മുന്നോട്ട് കടന്നു വരാം. ഈശോ നമ്മെ കൈ പിടിച്ച് നടത്തട്ടെ. ഈശോ അനുഭവിച്ച ദൈവപുത്ര സ്ഥാനം അനുഭവം നമുക്ക് സ്വന്തമാക്കാൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവ് ഈശോ മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യവാസം സകല സഹോദരങ്ങൾ നമ്മളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.